ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടൂ. മനീഷും മേഘയും തമ്മിലുള്ള ആദ്യകാലം പ്രണയ സമയങ്ങളൊക്കെ മനീഷിൻ്റെ ഫോണിലുണ്ടായിരുന്നു. അതൊക്കെ മനീഷ് നോക്കിക്കാണുകയായിരുന്നല്ലോ. ആ സമയത്തായിരുന്നല്ലോ മേഘ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ മനീഷ് നോക്കുന്നത് മേഘ കാണുകയാണ്. അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ ഇതൊന്നും ഇതുവരെ ഇവൻ ഡിലീറ്റ് ചെയ്തില്ലേ, ഇതെങ്ങാനും സിദ്ധു കണ്ടാൽ പിന്നെ അത്ര മതി. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മനീഷിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി സിദ്ധു ശ്രമിക്കും. മനീഷിൻ്റെ അടുത്ത് വന്ന് വിളിക്കുന്നു. അപ്പോൾ മനീഷ് പറയുന്നു, ഒന്നുമില്ല, വീഡിയോ കാണുക. അപ്പോൾ മേഘ പറയുകയാണ്, നിനക്കെന്താ ഭ്രാന്താണോ? എൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിക്കുന്നത്? അപ്പോൾ മനീഷ്, മേഘ ഈ വീഡിയോ മാത്രമാണ് എൻ്റെ ഏക ആശ്വാസം, ഇതും കൂടി ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രണയത്തെക്കുറിച്ച് പിന്നെ ഓരോ ഓർമ്മയും ബാക്കിയുണ്ടാവില്ല. നമ്മൾ സ്നേഹിച്ചത് പോലും ആരും അറിയത് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നീയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുള്ള വീഡിയോസൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുന്നു. ഫോണിങ് തായെന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങി ആ ഫോണിലുള്ള വീഡിയോസൊക്കെ അവൾ തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ്. മേഘ പ്ലീസ് അവൻ ഡിലീറ്റ് ചെയ്യരുത്, ഒന്ന് മനസ്സിലാക്ക് പ്ലീസ് മേഘ. അവൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഫോൺ കൊടുത്തു. എന്നിട്ട് മനീഷിനോട് പറയുകയാണ്, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഉണ്ടെങ്കിൽ അതും കൂടി ഡിലീറ്റ് ചെയ്തേക്ക്. നമ്മൾ സ്നേഹിച്ചിരുന്ന കാര്യം വേറെ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നോട് ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത്. മനീഷിനെ അറിയില്ലായിരുന്നു അവൾ വിവാഹം കഴിച്ചിട്ടില്ല എന്ന കാര്യം. അവൾ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. അവളാണെങ്കിൽ അതും പറഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അനു വന്നിട്ട് പറയുകയാണ്, എന്താ ചന്ദ്രിക, എൻ്റെ കൂടെയല്ലേ സാധാരണ നീ ലഞ്ച് കഴിക്കാറ്, പിന്നെന്താ എന്നെ വിളിക്കാഞ്ഞത്? ഇപ്പം എന്താ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നേ? അതല്ല, നീ ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് കണ്ടു, അപ്പോൾ പിന്നെ നിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അനു പറയുകയാണ്, എൻ്റെ വീട്ടിൽ എനിക്ക് ആലോചനകൾ നോക്കുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് നോക്കുന്ന ആലോചനയൊന്നും എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സിദ്ധുവിനെ വിവാഹം കഴിക്കാൻ ആണിഷ്ടം. അപ്പോൾ ചന്ദ്രിക വല്ലാതെയായി. ഞാൻ സിദ്ധുവിനോട് നീ പറഞ്ഞത് പറഞ്ഞു. അതിന് അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? എന്താ പറഞ്ഞത്? ചന്ദ്രിക നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ നിന്റെ സ്നേഹം ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ചന്ദ്രിക ഒന്ന് വല്ലാതെയായി. എന്നിട്ട് ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ പറഞ്ഞത്? ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ നിന്നെ സ്വീകരിക്കുമെന്നോ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചന്ദ്രിക വല്ലാതെ ഒന്ന് പരുങ്ങി. അപ്പോൾ അനു പറഞ്ഞു, സത്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എന്നോട് അങ്ങനെയാ പറഞ്ഞത്. നിന്റെ മനസ്സ് മാറില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തോന്നുന്നു, അതായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്തായാലും നീ എനിക്ക് നല്ലതാണ് ചെയ്തത്. ചന്ദ്രിക വീണ്ടും ചോദിക്കുകയാണ്, സത്യമാണോ? സിദ്ധു സാറ് നിന്നെ സ്വീകരിക്കാന്ന് പറഞ്ഞോ? അതെ സത്യമായിട്ടും അതന്നെയാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നോക്കിയ ആലോചന പോലും വേണ്ടാന്ന് പറഞ്ഞത്. എന്തായാലും നീ സിദ്ധു സാറിനോട് ഒരു തവണ കൂടി നേരിട്ട് ചോദിച്ചോ? കാരണം എന്നെയല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനു പറഞ്ഞു, അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ചന്ദ്രിക എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. സത്യമായിട്ടും അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? നീ എത്ര തവണ ചോദിച്ചാലും ഒരേ മറുപടി തന്നെയാ. അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ചന്ദ്രിക അതിനുശേഷം ഭക്ഷണമൊക്കെ ഒഴിവാക്കി കഴിച്ച വേസ്റ്റൊക്കെ എടുത്ത് പോവുകയാണ്. അപ്പോൾ അനു ചോദിക്കുകയാണ്, ചന്ദ്രിക എവിടെ പോവുക? ഞാൻ റൂമിലേക്ക് പോവുക, ഉള്ളിൽ. എനിക്ക് കുറച്ച് സമയം കൂടി എൻ്റെ കൂടെ ഇരുന്ന് അത് കഴിഞ്ഞ് പോയാൽ പോരെ? അത് പിന്നെ എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. ചന്ദ്രിക അനുവിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അനു ചിന്തിക്കുകയാണ്, ചന്ദ്രികയുടെ ഈ പരിങ്ങലൊക്കെ കണ്ടിട്ട് ഇവരുടെ മനസ്സിലും സിദ്ധാർത്ഥനോട് എന്തോ ഉള്ളതുപോലെ ഉണ്ടല്ലോ. പിന്നെ കാണിച്ചത് മഹേഷിനെയാണ്. മഹേഷിൻ്റെ അടുത്ത് മേഘ വരുന്നുണ്ട്. മേഘ വന്ന് ചോദിക്കുകയാണ്, എന്താ മഹേഷ്, എങ്ങനെയുണ്ട്? എന്താ പറയണ്ടേന്ന് അറിയില്ല മേഡം, ആകെ വെറുപ്പ് തോന്നുന്നു. ആ ദീപ എനിക്കെതിരെ സാക്ഷി പറയുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. മഹേന്ദ്രൻ സാറിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി എന്നെ ചതിച്ചു അവൾ. അവൾക്കിട്ട് ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ വിട്ട് ഓടിപ്പോയി. ചന്ദ്രിക എന്നെ ഡിവോഴ്സും ചെയ്തു. ഡിവോഴ്സായിട്ടല്ലേ ഉള്ളൂ, അതിപ്പോൾ വലിയ പ്രശ്നമൊന്നും അല്ലല്ലോ. ഡിവോഴ്സായിട്ട് മനസ്സുകൊണ്ട് സ്നേഹിച്ച് ജീവിക്കുന്നവർ ഒരുപാടില്ലേ. മനസ്സ് തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ ഒരു നിയമത്തിനും നിങ്ങളെ പിരിക്കാൻ പറ്റില്ല. മേഘ മഹേഷിനോട് പറയാണ്, നിനക്ക് ചന്ദ്രികയുടെ കൂടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ വീണ്ടും ചന്ദ്രികയെ കണ്ട് മാപ്പ് ചോദിക്ക്. നീ നല്ലവനായി ജീവിച്ച് അവളുടെ മനസ്സിലൊരു സ്ഥാനം പിടിച്ചു പറ്റ്. മലരിന് നിന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നീ പെരുമാറ്. നീ ഇല്ലെങ്കിൽ മലരിന് ജീവിക്കാൻ പറ്റാതാവണം. അങ്ങനെയുള്ള രീതിയിൽ നീ അവളുടെ മനസ്സ് പിടിച്ചു പറ്റി അങ്ങനെ നോക്ക്.
ശ്രമിച്ചു നോക്ക്. എത്രയും വേഗം ചന്ദ്രികയുടെ മനസ്സ് മാറ്റി അവളുമായി ജീവിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ചന്ദ്രികയ്ക്ക് എൻ്റെ അച്ഛന് വേറെ വിവാഹം നോക്കാൻ സാധ്യതയുണ്ട്. അത് കേട്ട് മഹേഷ് വല്ലാതെയായി. എന്താ മേഡം ഈ പറയുന്നത്? ചന്ദ്രികയ്ക്ക് ഇനി വീണ്ടും രണ്ടാം കല്യാണമോ? അല്ലാതെ പിന്നെ? ചന്ദ്രികയ്ക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുത്തത് തന്നെ അവൾക്ക് രണ്ടാം വിവാഹം കഴിച്ച് നല്ലൊരു രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ഇല്ല മേഡം, അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തേയില്ല. നീ ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യാതെ, അതുകൊണ്ട് നിനക്ക് മാത്രമായിരിക്കും പ്രശ്നം. അതുകൊണ്ട് തന്നെ നീ ചന്ദ്രികയോടും മലയനോടും നല്ല സ്നേഹത്തോടെ പെരുമാറ്. ദീപയെ ഞാൻ ഉപേക്ഷിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എൻ്റെ ജീവിതം നിനക്കും മലയനു വേണ്ടി ആയിരിക്കും എന്നൊക്കെ പറ. അവളെ വിശ്വസിപ്പിക്കു നീ. എന്നിട്ട് അവളുടെ മനസ്സിലൊരു ഇടം നേട്. ഇപ്പം അവൾക്ക് നിന്നോട് ദേഷ്യമുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സമയത്ത് നിന്നോട് ദേഷ്യം മാറാനൊക്കെ സാധ്യതയുണ്ട്. ശരി മഹേഷ്, എനിക്ക് പോവാൻ സമയമായി. ഞാൻ പോവുക. ശരി മാഡം. മാഡം ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്നതിനെ കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ചിലവിനായി എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. മാഡത്തെ എന്നെ സഹായിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. എന്ന് പറഞ്ഞ് അവൾ വണ്ടിയിലേക്ക് പോവുകയാണ്. മേഘ വണ്ടിയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അയാൾക്ക് കൊണ്ടു കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, താങ്ക്സ് മാഡം. എന്നെ ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെ സഹായിക്കുന്നത് മാഡമാണ്. മാഡത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് നന്നായിട്ടറിയാം മഹേഷ്, നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന്. ആവശ്യം വരുമ്പോൾ ഞാൻ നിന്നോട് പറയാം. പക്ഷെ ഞാൻ പറയുന്നത് എതിർക്കാതെ ചെയ്യണം. ശരി മാഡം. മാഡം പറയുന്നത് ഞാൻ ഉറപ്പായും ചെയ്യും. ശരി, എന്നാൽ ഞാൻ പോട്ടെ. പിന്നെ മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും അവിടെ ഇരിക്കുകയാണ്. പേപ്പറൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കുകയാണ്. ലക്ഷ്മി നല്ല സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതുവഴി ചന്ദ്രിക പോകുന്നത് കണ്ടപ്പോൾ വിളിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു, ചന്ദ്രികേ. അപ്പോൾ ചന്ദ്രിക ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയാണ്. ചന്ദ്രിക എവിടെ? വാ. നീ എവിടെ പോയിട്ട് വരികയാ? ഞാൻ മാർക്കറ്റിൽ പോയതാ അമ്മേ. എങ്ങനെയാ പോയത്? ഞാൻ സൈക്കിളിലാണ് അമ്മേ പോയത്. സൈക്കിളിൽ പോയതെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നോട് പറഞ്ഞ ഡ്രൈവറോട് പറഞ്ഞിട്ട് ഞാൻ നിന്നെ കാറിൽ കൊണ്ടുപോയി വിടുമായിരുന്നല്ലോ. ചന്ദ്രിക അത്ഭുതപ്പെടുകയാണ്. അയ്യോ, എന്താ അമ്മേ പുതിയ ശീലമൊക്കെ? ഞാൻ എപ്പോഴും സൈക്കിളിൽ തന്നെയല്ലേ പോവാറ്. അപ്പോൾ മഹേന്ദ്രൻ സാറ്, അല്ല, ഇനി മുതൽ നീ സൈക്കിളിൽ എങ്ങോട്ടും പോവണ്ട, നീ കാറിൽ തന്നെ പോയാൽ മതി. എന്താ സാറേ ഇത്? വരെ രണ്ടുപേർക്കിപ്പം വല്ലാത്ത വാശിയാണല്ലോ. എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണോ സാർ? സൈക്കിളിൽ പോയിട്ട് വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് സാർ. കാറിലൊക്കെ പോകാൻ തുടങ്ങിയാലേ ഞാൻ വലിയ മടിച്ചിയായി പോവും. അത് കേട്ട് അച്ഛനും അമ്മയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ സാറ് പറയുകയാണ് വീണ്ടും, പുറത്ത് വെയിൽ വളരെ കൂടുതലാണ്, അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. എത്ര വലിയ വെയിലാണെങ്കിലും അതെനിക്ക് പ്രശ്നമേ അല്ല. എന്നെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ടെൻഷൻ ആവണ്ട. അത് പറഞ്ഞ് ചന്ദ്രിക തിരിച്ച് പോവാനൊരുങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ തിരിച്ചു വിളിച്ചു, ചന്ദ്രിക. പറയണം സാർ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ ഉണ്ടാക്കി തരാമോ? അതിനെന്താ സാർ, ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുതരാം. അങ്ങനെ ചന്ദ്രിക ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ചന്ദ്രികയ്ക്ക് ഒരു കോള് വന്നു. അനു ആണ് വിളിക്കുന്നത്. ചന്ദ്രികേ. എന്താ അനു? പറയാനു. ചന്ദ്രിക, നിന്റെ തീരുമാനം എന്തെങ്കിലും മാറിയോ? നീ എന്തിനെക്കുറിച്ചാണ് അനു ചോദിക്കുന്നേ? ഞാൻ ഇന്നലെ കോളേജിൽ വെച്ച് പറഞ്ഞില്ലേ, നീ സിദ്ധാർത്ഥനെ സ്വീകരിച്ചില്ലെങ്കിൽ അദ്ദേഹം എന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ കാര്യം. എന്താ നിന്റെ തീരുമാനം എന്താണ് ഞാൻ ചോദിച്ചേ? നീ സിദ്ധാർത്ഥനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്നോട് പറയും. നീ ഒഴിഞ്ഞു എന്ന് ഞാൻ സിദ്ധാർത്ഥനോട് പറയാം. അപ്പോൾ എൻ്റെ റൂട്ട് ക്ലിയർ ആവുമല്ലോ. ഞാൻ സിദ്ധുവിനോട് സംസാരിക്കട്ടെ? ശരി ചന്ദ്രികേ, നാളെ വരെ നിനക്ക് സമയമുണ്ട്. നീ നന്നായിട്ട് ആലോചിച്ചൊരു മറുപടി പറ. അനുവിനോട് സംസാരിച്ചു കഴിഞ്ഞ് ചന്ദ്രയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഗ്യാസ്മേൽ ഉണ്ടാക്കാൻ വെച്ച ചായയൊക്കെ തിളച്ച് മറിയുകയാണ്. അതൊന്നും ശ്രദ്ധിക്കാൻ ചന്ദ്രയ്ക്ക് പറ്റിയില്ല. അങ്ങനെ അവിടെയൊക്കെ ചായയൊക്കെ വൃത്തിയാക്കി ചായയും കൊണ്ട് അച്ഛനും അമ്മയ്ക്കും കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. മഹേന്ദ്ര സാറ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രികനെ വിളിച്ചു. ചന്ദ്രികേ. എന്താ സാർ? ഞാൻ എന്നോട് ചായയല്ലേ ചോദിച്ചത്, നീ എന്താ കോഫി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നേ? അയ്യോ സോറി സാർ, എന്തോ ഓർമ്മയിൽ മാറിപ്പോയതാ. സാരമില്ല മോളെ, അതിങ്ങ് തരുമോ സാർ? ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം. അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ്, സാരമില്ല ചന്ദ്രിക, ഞങ്ങൾ കോഫി തന്നെ കുടിച്ചോളാം. ചന്ദ്രിക അതിനുശേഷം എന്തോ ആലോചനയിലാണ്. അപ്പോൾ ലക്ഷ്മി അമ്മ ചന്ദ്രികയെ തന്നെ നോക്കിയതിനു ശേഷം പറയാണ്, സാരമില്ല ചന്ദ്രിക, നീ പോയിക്കോ. അത് കണ്ടിട്ടെന്നോണം മഹേന്ദ്രൻ സാറ് പറയുകയാണ്, ചന്ദ്രിക വല്ലാതിരിക്കുന്നല്ലോ ലക്ഷ്മി. അതെ ഏട്ടാ, ഞാനും അവളെ ശ്രദ്ധിച്ചു. അവൾ വേറെ എന്തോ വിഷമത്തില്ല. ചോദിച്ചാലും പറയുമൊന്നുമില്ല. അവൾ തന്നെ ഇങ്ങോട്ട് വന്ന് പറയുമോ നോക്കാം. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ചന്ദ്രിക അനു പറഞ്ഞ കാര്യമാണ് ചിന്തിക്കുന്നത്. ചന്ദ്രിക എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കാമെന്ന് സിദ്ധു പറഞ്ഞു. അതാണ് ഓർക്കുന്നത്. ചന്ദ്രിക ഓഫീസിലാണെന്നുള്ള കാര്യം പോലും മറന്നു. അപ്പോൾ അടുത്തുള്ള ഒരു കൂട്ടുകാരി വിളിക്കുകയാണ്, ചന്ദ്രികയെ. അവളെ 2 തവണ വിളിച്ചു, എന്നിട്ടും ചന്ദ്രിക അനങ്ങുന്നില്ല. അതിനുശേഷം അവൾ എണീറ്റ് പോയിട്ട് വിളിക്കുകയാണ്. അവൾ പോയി വീണ്ടും വിളിച്ചപ്പോഴാണ് ചന്ദ്രിക അറിയുന്നത്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്താ ചന്ദ്രിക, നല്ല ആലോചനയിലാണല്ലോ. അതെ. അങ്ങനെ എന്താലോചനയാ? അങ്ങനെയൊന്നുമില്ല.
അല്ലല്ല, നീ എന്തോ കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു. കൺഫ്യൂഷനൊന്നുമില്ല, പക്ഷേ എന്നാൽ ചെറുതായിട്ട് എന്തോ ഉണ്ട്. എന്തോ സീക്രട്ട് ഉണ്ട്. ശരി, നീ എന്നോട് പറയാതിരിക്കുകയല്ലേ. ഓക്കെ, നീ ആ ഫയലിംഗ് എടുത്തതാ. ഗീത അതും വാങ്ങിച്ചിട്ട് പോയി. അതിനുശേഷം ചന്ദ്രിക ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് ചന്ദ്രികയെ സിദ്ധാർത്ഥ് സാറ് ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ചന്ദ്രിക അപ്പം തന്നെ മനസ്സ് ചിന്തിക്കുകയാണ്, സിദ്ധു സാർ വരാൻ പറഞ്ഞെന്നോ? എന്തായിരിക്കും അദ്ദേഹം വിളിപ്പിച്ചത്? ചിലപ്പോൾ അനുവിൻ്റെ കാര്യം പറയാനായിരിക്കുമോ? അപ്പോൾ ഗീത ചന്ദ്രികയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അവൾ എണീക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗീത വിളിക്കുകയാണ്, ചന്ദ്രികേ, സിദ്ധാർത്ഥ് സാറ് പോവാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്നിട്ട് നീ ഇവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ചെന്ന് എന്താണെന്ന് ചോദിക്ക്. ഇതാ പോവാൻ ഗീതേ. ചന്ദ്രിക പിന്നെ ഒരു പാവ കണക്കെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ സിദ്ധു, വരൂ ചന്ദ്രിക, ഇരിക്കൂ. ഹേയ് പ്ലീസ് ഇരിക്ക്. അത് പറയുമ്പോഴും ചന്ദ്രിക എന്തോ ആലോചനയില്ല. സിദ്ധു ചോദിക്കുകയാണ്, ഡിസൈൻസ് ഒക്കെ വരച്ചു കഴിഞ്ഞോ? അപ്പോഴും ചന്ദ്രിക എന്തോ ആലോചനയിലാണ്. സിദ്ധു വീണ്ടും ചോദിക്കുന്നു, ചന്ദ്രികയെ ഞാൻ തന്നോടാണ് ചോദിക്കുന്നത്, ഡിസൈൻസ് ഒക്കെ വരച്ചു കഴിഞ്ഞോ? അപ്പോൾ വീണ്ടും ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ സാർ ചോദിച്ചത്? അപ്പോൾ മേഘ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു പിന്നെ ആവർത്തിച്ചു, ഡിസൈൻസ് ഒക്കെ വരച്ചു തീർന്നോന്ന്. അപ്പോൾ ചന്ദ്രിക, സോറി സാർ, ശരി തീർത്തു സാർ. എന്തു പറ്റി ചന്ദ്രിക, എന്താ ഇങ്ങനെ നെർവസ് ആയിരിക്കുന്നേ? ചന്ദ്രികെ, ആർ യു ഓക്കെ? ഇല്ല സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലല്ലോ, സമയത്ത് മേഘ അങ്ങനെ തോന്നുന്നില്ല. അല്ല, വർക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ. പിന്നെ ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യത്തിനാണ് തന്നോട് ഞാൻ വരാൻ പറഞ്ഞത്. ബോംബെയിൽ നിന്നൊരു ക്ലയൻറ്റ് ഒരു പുതിയ പ്രൊജക്റ്റ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇതിന് ചന്ദ്രിക വേണം ഡിസൈൻ വർക്ക് ചെയ്യാൻ. ഗീതയൊന്നും ഉണ്ടാവില്ല കേട്ടോ, നീ ഒറ്റയ്ക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ മേഘ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു, ഗീതയ്ക്ക് ഞാൻ വേറൊരു പ്രൊജക്റ്റ് കൊടുക്കുന്നുണ്ട്, ഇത് നീ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, എന്താ സിദ്ധാർത്ഥ്, ചന്ദ്രികയെ വെച്ച് നീ തമാശ കളിക്കുകയാണോ? മുംബൈയിലെ ക്ലയൻസ് എങ്ങനെയുള്ളവരാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ഡിസൈൻസിൽ ചെറിയൊരു പിഴവുണ്ടെങ്കിൽ പോലും ടോട്ടൽ പ്രൊജക്റ്റ് അവർ ഇല്ലാതായി കളിയും. ചന്ദ്രിക ഇപ്പോൾ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ, എന്തിനാ ഇത്ര വലിയ പ്രൊജക്റ്റ് അവർക്ക് കൊടുക്കുന്നത്? അവൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഈ ക്ലയൻറ്റ് വേറെ കമ്പനിയിലേക്ക് പോകും. ഈ പ്രൊജക്റ്റ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തോളാം, മേഘ പറയുന്നു. ഇല്ല മേഘ, ഈ പ്രൊജക്റ്റ് നിന്നെക്കൊണ്ട് സാധിക്കില്ല, നിനക്ക് സെറ്റ് ആവില്ല, ഇത് ചന്ദ്രിക കൊണ്ടാണ് പറ്റുക എന്ന് സിദ്ധു പറയുന്നു. ഇത് കേട്ട് മേഘ പറയാണ്, എനിക്ക് ചന്ദ്രികയിൽ അത്ര വിശ്വാസമില്ല, ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും, ഞാൻ തന്നെ ഇത് ചെയ്തോളാം, അച്ഛനോട് വേണമെങ്കിൽ ഞാൻ സംസാരിച്ചോളാം. അപ്പോൾ അതൊക്കെ കേട്ട ശേഷം ചന്ദ്രിക പറയാണ്, സാർ ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്, മേഘ തന്നെ ചെയ്തോട്ടെ ഇത്. അപ്പോൾ സിദ്ധു, എന്താ ചന്ദ്രിക ഇത്, നീ മുൻപ് വരച്ച പെയിൻസ് ഒക്കെ ഈ ക്ലയൻസ് കണ്ടിട്ടുണ്ട്, അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ടാ ചന്ദ്രികയെ ഈ പ്രൊജക്റ്റ് നിന്നോട് തന്നെ ഞാൻ ചെയ്യാൻ പറയുന്നത്. ശരി സാർ. അപ്പോൾ സിദ്ധു വിളിക്കുകയാണ്, മേഘ, നീയും ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല, ധൈര്യമായി വർക്ക് ചെയ്തോളൂ. അതിൻ്റെ കൂടെ ചന്ദ്രികയും വർക്ക് ചെയ്തോട്ടെ, രണ്ടുപേരും പ്രസൻറ്റ് ചെയ്യും. ഏത് ഡിസൈൻസ് ആണോ ക്ലയൻറ്റിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ മേഘ ചോദിക്കുക, എന്തിനാ സിദ്ധു ഒരു പ്രൊജക്റ്റ് 2 പേർ വർക്ക് ചെയ്യുന്നത്? ഞാൻ മാത്രം ഡിസൈൻ ചെയ്താൽ മതി. നിങ്ങൾ 2 പേരും ഡിസൈൻ ചെയ്യണം, ഇതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിക്കോട്ടെ. അപ്പോൾ എന്താ മേഘ, ഈ കോമ്പറ്റീഷന് നീ റെഡിയല്ലേ? ഓ, ഞാൻ ചന്ദ്രികയോട് മത്സരിക്കാണോ? ഓക്കെ, ഞാനിതൊരു ചലഞ്ചായി എടുത്തോളാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചന്ദ്രികയെ, നിനക്കും ഓൾ ദ ബെസ്റ്റ്. ശരി സാർ, ഇറങ്ങട്ടെ സാർ. ഓക്കെ, പോയിട്ട് വാ. അപ്പോൾ ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ ചന്ദ്രികയെ, ഇത്ര ലേറ്റായിട്ടും നീ വീട്ടിലേക്കൊന്നും പോകുന്നില്ലേ? ഇല്ല, സാറ് പറഞ്ഞ ഡിസൈൻസ് ഒക്കെ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ മേഘ എന്തോ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാഫ് വന്നിട്ട് പറയാണ്, മാഡം ക്ലയൻസ് ഒക്കെ വന്നിട്ടുണ്ട്, സിദ്ധാർത്ഥ് സാറ് ചന്ദ്രികയോടും മേഘ മാഡത്തിനോടും പോവാൻ പറഞ്ഞിട്ടുണ്ട്, നീ പോയിക്കോ. അപ്പോൾ മേഘ ചന്ദ്രികയോട് പറയുകയാണ്, ചന്ദ്രിക, മലർ പഠിക്കുന്ന സ്കൂളിൽ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന്. എന്താ മേഘ ഈ പറയുന്നത്? എന്തായാലും നീ പോയി അവളെ കൂട്ടിക്കൊണ്ടുവാ. അയ്യോ എന്ന് പറഞ്ഞ് ചന്ദ്രിക ഓടുകയാണ്. അങ്ങനെ ഇവിടെ അവസാനിച്ചു. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.